ഓം ശാന്തി. ജീവിതത്തിൽ ജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും നമ്മുടെ സ്വന്തം സ്വഭാവങ്ങളാണ്. ഒരാൾക്ക് തൻ്റെ സ്വഭാവങ്ങളെ വളയ്ക്കാനും ഒടിക്കാനും വേണ്ട രീതിയിൽ രൂപീകരിക്കാനും സാധിക്കുമെങ്കിൽ അവർക്കെത്താൻ പറ്റാത്ത ഒരു മേഖലകളുമില്ല, കീഴടക്കാൻ പറ്റാത്ത ഉയരങ്ങളുമില്ല. അതിൽ യാതൊരു സംശയവുമില്ല. ഇത് പറയുമ്പോൾ ഞാനൊരു കൊച്ചു കുട്ടിയുടെ കഥ ഓർത്തു പോവുക. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ അവൻ നല്ല മിടുക്കനായ മോനായിരുന്നു. അവൻ്റെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അവൻ്റേതായിട്ട് അഭിപ്രായങ്ങൾ തീരുമാനങ്ങളൊക്കെയുള്ള മോനാണ്. പക്ഷേ സ്വന്തം കഴിവിൽ അഹങ്കാരം ആ കുട്ടിക്കുള്ളതുകൊണ്ട് തന്നെ ആര് പറഞ്ഞാലും അവൻ കേൾക്കില്ല. പല സ്വഭാവങ്ങളും ശരിയല്ല എന്നും മാറ്റണമെന്നും അവന് തോന്നുന്നുണ്ട്. പക്ഷെ അതൊന്നും മാറ്റാൻ അവനെ കൊണ്ട് സാധിക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കുക ആ വീട്ടിലേക്ക് അവരുടെ ഗുരുദേവൻ ഒരു ദിവസം വരികയാണ്. അപ്പോൾ ഗുരു വന്ന സമയത്ത് അച്ഛൻ പറയും, മോൻ നല്ല മിടുക്കനാണ്. ഗുരുവിന് ഭയങ്കര ഇഷ്ടമായി അവനെ. ഗുരുവിൻ്റെ അടുത്തും ഒരുപാട് നല്ല നല്ല സംശയങ്ങൾ ചോദിക്കുന്നു, കാര്യങ്ങളെ അറിയുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോൾ കൺഗ്രാജുലേറ്റ് ഇതെല്ലാം പറഞ്ഞിട്ട് പറയും, ഇവൻ നല്ല മിടുക്കനാണ്, ഇവൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, ഇപ്പം തന്നെ അവനൊരു ഡെവലപ്ഡ് പേഴ്സണാലിറ്റി പോലെയാണ്. പക്ഷേ ചില കാര്യങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ അത് മാറ്റാനും ചില സ്വഭാവങ്ങൾ അവനെ മാറ്റണമെന്ന് അവന് തന്നെ അറിയാം. പക്ഷെ അതിനവൻ തയ്യാറാവുന്നില്ല. ആര് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറാവില്ല. എന്താ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഗുരു പറയും, അതൊന്നും സാരമില്ല, ശരിയായിക്കോളും, നാളെ രാവിലെ നമുക്ക് ഒന്നിച്ച് നടക്കാൻ പോയാലോ എന്ന് ചോദിക്കും കുഞ്ഞിൻ്റെ അടുത്ത്. അപ്പോൾ കുട്ടി സന്തോഷത്തോടെ പറയും, തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് നടക്കാൻ പോകാമെന്ന്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഗുരു അവനെ കൂട്ടി നടക്കാൻ പോയി. അവരുടെ വീടിൻ്റെ അടുത്തുള്ളതായിട്ടുള്ള കുറ്റിച്ചെടികളും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു മരങ്ങളും ചെടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ഒരു കാട്ടുവഴിയിലൂടെ രണ്ടുപേരും കൂടെ അങ്ങ് നടക്കുകയാണ്. കുറച്ച് ദൂരം കഴിഞ്ഞു, ഒന്നും മിണ്ടുന്നില്ല. ഇവൻ വിചാരിക്കുന്നുണ്ട്, ജസ്റ്റ് വാക്കിങ്ങിന് വേണ്ടി കൂട്ടിന് വിളിച്ചതാണോ എന്നെ എന്നൊക്കെ കുട്ടി ചിന്തിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഗുരു ഒരു ചെറിയൊരു ചെടി, ഇത്ര പോകുന്നൊരു ചെടി, ഒറ്റ പ്രാവശ്യം പിടിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ, അങ്ങനെ ഒരു ചെടി കാണിച്ച് അവനോട് ചോദിക്കും, മോനെ ആ ചെടി ഒന്ന് പറിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ചോദിക്കും. അതിനെന്താന്ന് ചോദിച്ചു ഓടിപ്പോയിട്ട് അവൻ ആ പുല്ല് പറയാം, അത്രയ്ക്കേ ഉള്ളൂ ആ ചെടി. അതിങ്ങനെ അങ്ങ് പറിച്ചെടുത്തിട്ട് എന്താ ഞാൻ വലിച്ചെടുത്തു, എന്നാൽ സൈഡിലേക്ക് അത് കളഞ്ഞോളൂ, നമുക്ക് പോകാമെന്ന് പറയും. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു 2 അടി ഹൈറ്റ് എത്തിയതായിട്ടുള്ള ഒരു ചെടിയാണ്. കാണിച്ചു കൊടുത്ത് പറയും, മോനെ ആ ചെടി നിനക്ക് പറിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അതിനെന്താന്ന് പറയും. സന്തോഷമായിട്ട് അവൻ അതും പറിച്ചു കളയും. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അവൻ്റെ കഴുത്തിനൊപ്പം ഉയരം വരുന്നൊരു ചെടി കാണിച്ചു കൊടുത്ത് പറയും, അത് വലിക്കാൻ പറ്റുമോ നിനക്കും ചോദിക്കും. വലിക്കാം, പക്ഷെ എനിക്കതിന് കുറച്ച് സമയം വേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ പോയി അതിനെ കഷ്ടപ്പെട്ട് എനിവേ അവനത് ചെയ്തു. ആ ചെടി അവൻ വലിച്ചു വെറുതെ മാറ്റി. അത് കഴിഞ്ഞ ശേഷം കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു മരം കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കും, മോനെ ആ ചെടി നിനക്കൊന്ന് വലിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ അത് ചെടിയല്ല, അത് മരമായിപ്പോയി, അതെനിക്കങ്ങനെ വലിക്കാനാവില്ല, അതിനിപ്പോൾ ആളെ വിളിപ്പിക്കണം, അതിനെ മുറിച്ചു മാറ്റണം, എന്നാൽ പോലും അതിൻ്റെ വേരൊന്നും അങ്ങനെ വരില്ല, അതിനൊക്കെ കുറേ കഷ്ടപ്പെട്ടൊക്കെ പറിച്ചു മാറ്റേണ്ടി വരും എന്ന് പറയും. ഇതന്നെ എനിക്ക് നിന്നോടും പറഞ്ഞു തരാനുള്ള കാര്യം. നമ്മുടെ ജീവിതത്തിലായിട്ടുള്ള കൊച്ചു കൊച്ചു സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങളെ മാറ്റാൻ വേണ്ടിക്കൊണ്ട് നമ്മൾ ഇപ്പോഴേ തന്നെ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ഇത് മാറ്റണം എന്ന് മനസ്സിലാകുന്ന നിമിഷം അത് മാറ്റാൻ വേണ്ടിക്കൊണ്ട് നമ്മൾ തയ്യാറാവുകയും അതിന് വേണ്ടതായിട്ടുള്ള രീതിയിൽ പുതിയതായിട്ടുള്ള കാര്യം അതിന് പകരം കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുകയും അത് ആ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഈ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് കൊച്ചു കാര്യമായിട്ട് ഒരിക്കലും എടുക്കരുത്. പലപ്പോഴും നിരന്തരമായിട്ട് വെള്ളവും വളവും കിട്ടുന്ന ഒരു ചെടി, ആ ചെടി മരമായിട്ട് വളർന്നു പോകും. ഒരു കാര്യം, ഒരു തെറ്റ് നമ്മുടെ ഇന്ന് സംഭവിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ്. അത് കഴിഞ്ഞാൽ മനസ്സിൽ നിൽക്കുകയൊന്നുമില്ല, പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് അങ്ങ് എനിക്ക് ദേഷ്യം വന്നു പോകും എന്ന് ഒരുപാട് പേര് പറയുന്ന അവരുടെ ഒരു വീക്ക്നെസ്സാണ്. ഇങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരയുന്നതാവട്ടെ, പെട്ടെന്ന് ഇറിറ്റേഷൻ വരുന്നതാവട്ടെ, പെട്ടെന്ന് മൂഡ് ഓഫ് വരുന്നതാവട്ടെ, പെട്ടെന്ന് ദേഷ്യം വരുന്നതാവട്ടെ, എടുത്തു ചാടി എന്തെങ്കിലും പറയുന്നതാവട്ടെ, കാര്യം ശരിക്കും മനസ്സിലാക്കും മുന്നേ അതിന് നേരെ റിയാക്ട് ചെയ്യുന്നതാവട്ടെ, ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൊച്ചു കൊച്ചു ചെടികൾ നിറച്ച് എല്ലാവരുടെ ലൈഫിലും കാണാൻ പറ്റും. ഈ കൊച്ചു കൊച്ചു ചെടികൾക്ക് ഇതൊരു ചെറിയ കാര്യമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഉപേക്ഷിക്കുന്നിടത്തോളം വരെ നമ്മുടെ സംസ്കാരത്തിൽ ഒരു മാറ്റം വരില്ല. പലപ്പോഴും അങ്ങനെയുള്ളതായിരിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് വലിയ വലിയ ബന്ധങ്ങളെ വരെ തകർക്കാൻ കാരണമായി തീരുക. അതുകൊണ്ട് ഒന്നും ചെറുതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു ഇത്തരം ചെറിയ ഹാബിറ്റ് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടി എപ്പോഴെല്ലാം വരുന്നു അപ്പോഴൊക്കെ സാരമില്ല എന്ന് പറയാതെ
വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് വരരുതാത്തതാണ് കേട്ടോ എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളോട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പതിയെ 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 അവിടെ അറ്റൻഷൻ എന്നൊരു കാവൽക്കാരൻ നിൽക്കാൻ തുടങ്ങും. ഈ കാവൽക്കാരൻ നിൽക്കുന്നിടത്തോളം വരുമ്പോഴത്തേക്കും അത് തടയുകയും പതിയെ പതിയെ ഒരു കാര്യം റെഗുലറായിട്ട് വരാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് ഇല്ലാതാവും, രൂപം മാറും, വേറൊരു ഭാവത്തിൽ വരും, അവിടെയും സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ അങ്ങനെ നമ്മുടെ ലൈഫിൽ ഇല്ലാതാക്കി തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വളർന്ന് 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 ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തിനും ഏതിനും ഇറിറ്റേറ്റീവ് മൂഡാവുന്ന അവസ്ഥ, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത പേഴ്സണാലിറ്റി ആവുക, സാഡിസ്റ്റ് ആവുക, ഇങ്ങനെയുള്ള പല വലിയ വലിയ മരങ്ങളും നമ്മുടെ ലൈഫിൽ വന്നേക്കും. അതൊഴിവാക്കാൻ വേണ്ടിക്കൊണ്ട് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ച് അപ്പോഴേ തന്നെ ചെടിയായിരിക്കുമ്പോൾ തന്നെ അതിനെ പറിച്ചു കളയുക. എന്നിട്ട് നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ്സിൻ്റെ പുതിയ ചെടികൾ നടുക. ആ സ്വഭാവങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അതിനെ വളർത്തി വലിയ മരങ്ങളാക്കിക്കൊണ്ട് സന്തോഷത്തിൻ്റെ മരങ്ങളായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.